ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ ലാസ്റ്റ് മൊഡ്യൂളാണ്. അതായത് നാലാമത്തെ മൊഡ്യൂളായ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇപ്പോൾ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കുറച്ച് ഫിസിക്സിലെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് ഈ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നോക്കാനുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ലേസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ഒന്നാമത്തെ പോർഷനായ മോഡേൺ ഫിസിക്സിലെ ഒന്നാമത്തെ പോർഷനായ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത് 20th സെഞ്ച്വറിക്ക് ശേഷം ഫിസിക്സിലുണ്ടായ പലതരം ഡെവലപ്മെൻറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിസിക്സാണ് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് മൊഡ്യൂളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോർഷനായിരിക്കും ഇത്. കാര്യം എന്ന് വെച്ചാൽ മറ്റ് മൊഡ്യൂളുകൾ ഒക്കെ തന്നെ ക്ലാസിക്കൽ ഫിസിക്സിലെ ഇതുവരെ ഉണ്ടായ ക്ലാസിക്കൽ തിയറികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത് പലതും ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ ഫിസിക്സിലെ ഒന്നാമത്തെ പോർഷനായ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ രണ്ട് പോർഷനുണ്ട്. ഒന്ന് ഫോട്ടോ, രണ്ടാമത്തെ ഇലക്ട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതിഭാസമാണെന്നറിയാം. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് അത് രണ്ടും ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വേർഡാണ് ഫോട്ടോ എന്ന് പറയുന്നത്. ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ലൈറ്റും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലൈറ്റും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു സംയുക്തമായ പ്രോഡക്റ്റ് ആയിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോണിൻ്റെയും അതുപോലെ ഇലക്ട്രിക്, അതായത് ലൈറ്റിൻ്റെയും അതുപോലെ ഇലക്ട്രിസിറ്റിയുടെയും പരസ്പര ബന്ധം കാണിക്കുന്ന ഒരു പോർഷൻ കൂടിയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൊതുവെ അറിയാം എനർജി എന്ന് പറയുന്ന ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് പൊതുവെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ് എനർജി ക്യാൻ കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, അപ്പോൾ അതേ പ്രോസസ്സ് ഉപയോഗിച്ച് നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ബൾബ് പ്രകാശിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ലൈറ്റ് നമ്മളെ സോളാർ സെല്ല് പോലെയുള്ള എക്യുപ്മെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സോളാർ സെല്ല് പോലെയുള്ള എക്യുപ്മെൻസിൻ്റെ അടിസ്ഥാന പ്രവർത്തനം പഠിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി പഠിക്കുമ്പോൾ അത് ഫിസിക്സിലെ ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം. അത് കണ്ടുപിടിച്ചത് മുതലാണ് ഫിസിക്സിൽ പിന്നീടുള്ള കുറേ തിയറികളും ഡെവലപ്മെൻറ്റ്സും ഉണ്ടായി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. ഇതിൽ ത്രൂ ഔട്ടായിട്ട് നമ്മൾ നോക്കുന്നത് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സബ്സെക്ഷനായിട്ട് വരുന്ന പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ്, മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം ഹൈപ്പോത്തസിസ് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. രണ്ടാമതായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതുപോലെ ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റിൻ്റെ ഫോട്ടോൺ തിയറിയെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ വിവിധതരം നിയമങ്ങളെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത്. അടുത്തതായിട്ട് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷനെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത്. നെക്സ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ ഈ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസിനെ പറ്റി പറയുമ്പോൾ ഈ ഫിസിക്സിൽ 20th സെഞ്ച്വറിയിലെ ഡെവലപ്മെൻറ്റ് മെയിനായിട്ടുണ്ടായത് ലൈറ്റിനെ ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ള ഒരു പ്രോസസ്സ് എന്നായിരുന്നു. അപ്പോൾ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ലൈറ്റിനെ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഐസക് ന്യൂട്ടൻ്റെ കാലത്ത് തന്നെ ഐസക് ന്യൂട്ടൻ പറഞ്ഞത് ലൈറ്റ് എന്ന് പറയുന്നത് കോർപ്പസിൽസ് ആണ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ പാർട്ടിക്കിൾസ് ആയതുകൊണ്ടാണ് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നത് എന്നൊക്കെയാണ് ഐസക് ന്യൂട്ടൻ ആ സമയത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാത്രമല്ല ഡിഫ്രാക്ഷൻ പോലെയുള്ള പ്രോപ്പർട്ടി ലൈറ്റ് കാണിക്കുന്നുണ്ട് എന്ന്
ഹൈഗൻസ് പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ അവകാശപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈറ്റിന് വേവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഐസക് ന്യൂട്ടൺ ലൈറ്റിന് പാർട്ടിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ സമയത്ത് ഹൈഗൻസ് പറഞ്ഞ ലൈറ്റിന് വേവ് പ്രോപ്പർട്ടി ആണെന്ന്. അപ്പോൾ ഇത് സയൻസിന് ഉത്തരം കിട്ടാതെ ഒരു ക്വസ്റ്റ്യനായിട്ട് സെഞ്ചുറികളോളം ഇങ്ങനെ നിലനിന്ന് പോരുമായിരുന്നു. ആ സമയത്താണ് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറിയായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ 20th സെഞ്ചുറിയിലാണ് മാക്സ് പ്ലാങ്ക് ഈ ക്വാണ്ടം തിയറി എന്ന് പറയുന്ന തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ തിയറിയിൽ മാക്സ് പ്ലാങ്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്നത് എനർജിയുടെ പാക്കറ്റ്സ് ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ലൈറ്റ് എന്ന് പറയുന്ന ചെറിയ ചെറിയ പാക്കറ്റ്സ്, എനർജിയുടെ പാക്കറ്റ്സ് ആയിട്ട് എമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലൈറ്റിന് ഒരു പാർട്ടിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും, പാർട്ടിക്കൽ പ്രോപ്പർട്ടി കൂടി ഉണ്ടാവും എന്ന് മാക്സ് പ്ലാങ്ക് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഫിസിക്സ് അനുസരിച്ച് അല്ലെങ്കിൽ ക്വാണ്ടം തിയറി അനുസരിച്ച് ലൈറ്റ് ക്യാൻ ബി എ പാർട്ടിക്കിൾ ഓർ എ വേവ് അറ്റ് ദ സെയിം ടൈം എന്നാണ് പറയുന്നത്. അതായത് ലൈറ്റിന് പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയും അതുപോലെ വേവ് പ്രോപ്പർട്ടിയും കാണിക്കാൻ പറ്റും എന്നാണ് ഏറ്റവും പോസ്റ്റ് മോഡേൺ ഫിസിക്സ് പറയുന്നത്. അപ്പോൾ നമുക്കിനി പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ് നോക്കാം. അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ് അനുസരിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ലൈറ്റ് എനർജി ക്യാൻ ഓൺലി ബി എമിറ്റഡ് ആൻഡ് അബ്സോർബ് ഇൻ ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് കോൾഡ് ക്വാണ്ട. അതായത് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ലൈറ്റ് എനർജി ക്യാൻ ഓൺലി എമിറ്റഡ് ആൻഡ് അബ്സോർബ്ഡ് ഇൻ ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് കോൾഡ് ക്വാണ്ട. അപ്പോൾ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് ക്വാണ്ട എന്ന് പറയുന്ന ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് ആയിട്ടായിരിക്കും. ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് എന്ന് പറയുന്നത് അതിനൊരു കണ്ടിന്യൂസ് ഫോം ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടായിരിക്കും ലൈറ്റ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. ക്വാണ്ട എന്ന് പറയുന്ന പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത്. ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത് പൊതുവെ എമിറ്റ് ചെയ്യുകയോ എവിടെന്നെങ്കിലും എമിറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുകയായിരിക്കും. ആ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ക്വാണ്ട എന്ന ഫോമിലായിരിക്കും എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത്. ആ ക്വാണ്ട എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്തതിന് ഡിസ്ക്രീറ്റ് എന്ന് പറയും. ഇപ്പോൾ വേവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേവ് എന്ന് പറയുന്നത്. പക്ഷേ പാർട്ടിക്കിൾസിന് മാത്രമാണ് ഡിസ്ക്രീറ്റ് നേച്ചർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ദ എനർജി ഓഫ് ക്വാണ്ട കുഡ് ബി ഓൺലി എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ആൽഫ. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നത് എനർജി ഓഫ് ക്വാണ്ട. അപ്പോൾ ക്വാണ്ടയുടെ എനർജീനെ പറ്റിയാണ്. എനർജി എത്രത്തോളം ഉണ്ട് എന്നാണ് പറയുന്നത്. ആ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് എച്ച് എഫ് എന്നാണ് പറയുന്നത്. അത് എച്ച് എഫ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എച്ച് എഫ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറയുന്ന നമ്പറിനെയാണ് ഹോൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹോൾ നമ്പറിൻ്റെ എച്ച് എഫിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ക്വാണ്ട എന്ന് പറയുന്നത്. ഇനി എച്ച് എഫ് എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. അല്ല, എച്ച് എഫിലെ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. എല്ലാ റേഡിയേഷനും ഒരു ഫ്രീക്വൻസി ഉണ്ട് നമുക്കറിയാം. ഓക്കെ, എല്ലാ തരത്തിലുള്ള റേഡിയേഷൻസിനും അതിൻ്റെതായ ഫ്രീക്വൻസി ഉണ്ട്. ഇനി അതിലെ എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്നാണ് എച്ചിന് പറയുന്ന പേര്. മാക്സ് പ്ലാങ്കിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നിലവിൽ വന്നത്. ആ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.63 × 10⁻³ ജൂൾ സെക്കൻഡ് ആയിരിക്കും. മാക്സ് പ്ലാങ്കിൻ്റെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് x 6.63 × 10⁻³ ജൂൾ സെക്കൻഡാണ്. ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റിയാണിത്. ഇനി അതിൽ n എന്ന് പറയുന്നത് എന്താ 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തിയറി പ്രകാരം നമുക്ക് എന്ത് പറയാം, E = അതായത് റേഡിയേഷൻ്റെ എനർജി E = NHF എന്ന് പറയാം. എനർജി E = NHF എന്ന് പറയാം. അതിൽ n എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ 1, 2, 3 എന്ന് പറയുന്ന നമ്പറാണ്. എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു. എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷനാണ്. അപ്പോൾ ഈ ഒരു തിയറി അനുസരിച്ചിട്ട് ദ എനർജി ക്യാൻ ബി E = HF or 2HF or 3HF അങ്ങനെയാണ് പോവുക. അതായത് നമ്മളൊരു റേഡിയേഷൻ എടുത്തിട്ട് ആ റേഡിയേഷനിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞു, എനർജി ക്വാണ്ടയുടെ ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ റേഡിയേഷൻസിൽ ക്വാണ്ടയുടെ ഡിസ്ക്രീറ്റ് ബണ്ടിൽസിൽ
ഒരു ക്വാണ്ട എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്വാണ്ടയുടെ വാല്യൂ ഒന്നുകിൽ HF ആയിരിക്കും, അല്ലെങ്കിൽ 2HF ആയിരിക്കും, അല്ലെങ്കിൽ 3HF ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. അതാണ് ആ ഒരു ക്വാണ്ടയുടെ എനർജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ വാല്യൂ ഒരിക്കലും പിന്നെ 0.5HF അല്ലെങ്കിൽ 1.5HF അല്ലെങ്കിൽ 1.2HF അങ്ങനെ ഒന്നും വരില്ല. അതിന് കൃത്യമായിട്ട് 1HF 2HF 3HF എന്ന് മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ബണ്ടിൽസ് ആണെന്ന് പറയുന്നത് തന്നെ. അത്തരത്തിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്നതുകൊണ്ടാണ് ഈ ക്വാണ്ടാസ് ആയിട്ടാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതെന്ന് പ്ലാങ്ക് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് മീൻസ് എനർജി ഈസ് ഡിസ്ക്രീറ്റ് നോട്ട് കണ്ടിന്യൂസ്. ഇൻ അതർ വേർഡ്സ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ഈ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജീനെ നമുക്ക് ക്വാണ്ടൈസ്ഡ് എന്ന് കൂടി പറയാം. അങ്ങനെയാണ് ക്വാണ്ടൈസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഡിസ്ക്രീറ്റ്നെസ് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയാം. ഇപ്പോൾ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എനർജി പോസിബിൾ എന്ന് പറയുന്നത് HF ആയിരിക്കും. ഓക്കെ, ഏറ്റവും കുറഞ്ഞ എനർജി എന്ന് പറയുന്നത് HF. ഒരു ക്വാണ്ടയ്ക്ക് HF എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഏറ്റവും കുറവുണ്ടാവുക. പിന്നെയുള്ളതൊക്കെ അതിൽ കൂടുതലായിരിക്കും. 2HF 3HF എന്ന് പറഞ്ഞിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് HF ആയിരിക്കും. ആൻഡ് ഈസ് കോൾഡ് ക്വാണ്ടം ഓഫ് എനർജി എന്ന് പറയും. ഓക്കെ, ഇനി വി നോ C ഈസ് ഈക്വൽ ടു F ലാംഡ. C എന്ന് പറയുന്നത് F ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. C ഈസ് ഈക്വൽ ടു F ലാംഡ. അതായത് C ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെലോസിറ്റി V ഈസ് ഈക്വൽ ടു F ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിലെ V വെലോസിറ്റിയാണ്, F എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്, ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത് ആണ്. ഒരു റേഡിയേഷൻ സംബന്ധിച്ച് V ഈക്വൽ ടു F ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇനി ആ റേഡിയേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ആണെങ്കിൽ ആ ലൈറ്റിൻ്റെ വെലോസിറ്റി അനുസരിച്ച്, ലൈറ്റിൻ്റെ വെലോസിറ്റി C ആണെങ്കിൽ C ഈസ് ഈക്വൽ ടു F ലാംഡ എന്ന് എഴുതാം. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചിട്ട് C ഈസ് ഈക്വൽ ടു F ലാംഡ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നമ്മൾ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ ഈസ് ഈക്വൽ ടു HF എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ HF എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? E ഈസ് ഈക്വൽ ടു HC ബൈ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കൂടി നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസിൽ. അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തസിസ് മെയിനായിട്ട് പറഞ്ഞത് ലൈറ്റ് എനർജി ക്യാൻ ഓൺലി ബി എമിറ്റഡ് ആൻഡ് അബ്സോർബ്ഡ് ഇൻ ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് കോൾഡ് ക്വാണ്ട. ദ എനർജി ഓഫ് ക്വാണ്ട could be only a whole number multiple of NHF, that is C is equal to NHF. ഇനി അടുത്തതായിട്ട് N is equal to 1 2 3 etc. ആണ്. ഇനി F എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. H is the Planck's constant. Planck's constant വാല്യൂ നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് HFൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. എനർജി ക്യാൻ ടേക്ക് ദ വാല്യൂ 1HF 2HF 3HF etc. not in between these values. Okay, so we can say that the energy is discrete not continuous. Energy of radiation is discrete not continuous. In other words, energy is quantized. Energy എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണെന്ന് കൂടി പറയാൻ പറ്റും. അപ്പോൾ ദ സ്മോളസ്റ്റ് എനർജി പോസിബിൾ ഈസ് HF ആൻഡ് ഈസ് കോൾഡ് ക്വാണ്ടം ഓഫ് എനർജി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എനർജിയും അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും വെലോസിറ്റി ഓഫ് ലൈറ്റും ലാംഡയും തമ്മിലുള്ള റിലേഷനാണ് E ഈസ് ഈക്വൽ ടു HC ബൈ ലാംഡ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ആണ് നമ്മൾ ഈ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ക്വാണ്ടം തിയറിയായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഫക്റ്റാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഫോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന എഫക്റ്റാണ്, അല്ലെങ്കിൽ ലൈറ്റും ഇലക്ട്രിസിറ്റിയും തമ്മിൽ ബന്ധം കാണിക്കുന്ന ഒരു എഫക്റ്റാണ് ഇത് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റൽസ് എടുത്തിട്ട്, അതായത് ചില പ്രത്യേകതരം മെറ്റൽസ് എടുത്തിട്ട് അതിൽ നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ സർഫസ്, electrons are emitted from the surface. This property is known as photoelectric effect. When light is incident on a metal surface, electrons are emitted from the surface. This property is known as photoelectric effect. The electrons are called photoelectrons. ഈ ഇജക്റ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസ്, അതായത് ലൈറ്റ് വന്ന് വീഴുമ്പോൾ മെറ്റൽസിൻ്റെ സർഫസ് നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. ഈ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ്
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ എഫക്റ്റ് എവിടെയൊക്കെ പോസിബിൾ ആയിട്ടുള്ളതെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. ദ എഫക്റ്റ് ഈസ് പോസിബിൾ വിത്ത് വിസിബിൾ ലൈറ്റ് ഇൻ കേസ് ഓഫ് ആൽക്കലി മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അതായത് സോഡിയം പൊട്ടാസ്യം പോലെയുള്ള മെറ്റൽസിൻ്റെ മേലെ നമ്മൾ സാധാരണ വിസിബിൾ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ, വിസിബിൾ ലൈറ്റ് എന്ന് വെച്ചാൽ ദൃശ്യപ്രകാശം, നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് തന്നെ ഈ സോഡിയം പൊട്ടാസ്യം പോലെയുള്ള മെറ്റലുകളിൽ അടിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. അവിടെയും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവും. എല്ലാ മെറ്റീരിയലിലും ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ സോഡിയം പൊട്ടാസ്യം പോലുള്ള മെറ്റീരിയലിൽ ഇത് വിസിബിൾ ലൈറ്റ് തന്നെ പോസിബിളാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് ലാബിൽ ചെയ്തു നോക്കാനുള്ള ഒരു ഡെമോൺസ്ട്രേഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ചെയ്യാനുള്ള ഡെമോൺസ്ട്രേഷൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഫിഗറിൽ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബൾബ് ഷേപ്പുള്ള ഒരു സംഭവം കാണാം. അതിൻ്റെ അകത്ത് 2 ഇലക്ട്രോഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇലക്ട്രോഡ് കർവ്ഡ് ഷേപ്പായിട്ടുള്ള ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. അതിനെ പി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. കർവ്ഡ് ഷേപ്പുള്ള ഒരു മെറ്റൽ പ്ലേറ്റ്, അതിനെ പി എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ അതിൻ്റെ സി എന്ന് പറയുന്ന ഇലക്ട്രോഡ് ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഗാൽവനോമീറ്റർ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെല്ലിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കർവ്ഡ് മെറ്റൽ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഒരു സെല്ലിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ സെൽ ഓർ ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ സെൽ ഓർ ഫോട്ടോ ഇലക്ട്രിക് സെൽ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് യൂസ് ടു കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയും. അതായത് വീഴുന്ന ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ സെൽ ഓർ ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിങ് ആൻ apparatus as shown in figure. A curved metal plate P coated with alkali metal along with another electrode C are placed inside an evacuated glass tube called a photocell. The electrodes are connected to a cell through a galvanometer. പിന്നെ അവിടെ എസ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് സോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ എസ് എന്ന് പറയുന്ന ലൈറ്റ് സോഴ്സ് നിന്ന് ലൈറ്റ് വന്നിട്ട് കാത്തോഡിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് പി എന്ന് പറയുന്ന പ്ലേറ്റാണ്, പി എന്ന് പറയുന്ന കർവ്ഡ് പ്ലേറ്റാണ് കാത്തോഡ്. ആ കാത്തോഡിൽ ആൽക്കലി മെറ്റൽസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഏത് മെറ്റീരിയലിൽ നിന്നാണോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കോട്ട് ചെയ്തിരിക്കുന്ന കാത്തോഡിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗാൽവനോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ലൈറ്റ് ഒന്നും വീഴാത്ത സമയത്ത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കില്ല, പക്ഷേ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഗാൽവനോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ആ ഒരു ഡിഫ്ലക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ച ലൈറ്റ് സോഴ്സും അതുപോലെ ഉപയോഗിച്ച മെറ്റീരിയലും ഒക്കെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഈ എക്സ്പെരിമെൻറ്റ് പല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ പെർഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ തിയറിയാണ് ഇതിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ തിയറി എന്ന് പറയുന്നത്, തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആസ് ലൈറ്റ് ഫോൾസ് ഓൺ ദ കാത്തോഡ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ഇറ്റ്. അപ്പോൾ ലൈറ്റ് കാത്തോഡിൽ വീഴുന്ന സമയത്ത് ഇലക്ട്രോൺസ് അവിടെ നിന്ന് എമിറ്റ് ചെയ്യുകയും അവിടെ സി എന്ന് പറയുന്ന അനദർ ഇലക്ട്രോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് എന്ത് ചെയ്യും, പിന്നീട് അത് ഗാൽവനോമീറ്ററിൽ കടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതായത് നേരത്തെ നമ്മൾ നോക്കിയ ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ട് ഇതിൽ നന്നായിട്ടൊരു സ്റ്റഡി നടത്തി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നന്നായിട്ടൊരു സ്റ്റഡി നടത്തി അങ്ങനെ ഡെവലപ്പ് ചെയ്ത കുറച്ച് ലോസാണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഫോർ എ ഗിവൺ മെറ്റീരിയൽ ടു ഇനീഷ്യേറ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദ ലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം ഫ്രീക്വൻസി. അതായത് ഒരു ഗിവൺ മെറ്റീരിയലിന്, അതായത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം ഫ്രീക്വൻസി. അതായത് അതിലേക്ക് വീഴുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഒരു ഗിവൺ മെറ്റീരിയലിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ വീഴുന്ന ലൈറ്റിന് എന്തായിരിക്കും,
ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ എല്ലാ ലൈറ്റും എല്ലാ മെറ്റീരിയലിലും വീണാൽ എന്ത് സംഭവിക്കില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവില്ല. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കുകയോ എന്നാണ് പറയുന്നത്. ആ ഒരു മിനിമം ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി, F0 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു മിനിമം ഫ്രീക്വൻസിനെയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ F0 എന്ന് പറയുന്നത്. F0യിലും കുറവാണ് അവിടുത്തെ ഫ്രീക്വൻസി എങ്കിൽ അവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഫോർ എ ഡിഫറെൻറ്റ് മെറ്റീരിയൽ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ വേറൊരു പ്രത്യേകതയാണ്, പലതരം മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് ഓരോന്നിൻ്റെയും ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പലതരം മെറ്റീരിയൽസിന് അതിൻ്റെ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി, അതിലേക്ക് നമ്മൾ അടിക്കുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു മെറ്റീരിയലിൽ ഒരു ഫ്രീക്വൻസി ആണെങ്കിൽ വേറൊരു മെറ്റീരിയലിന് വേറൊരു ഫ്രീക്വൻസി ആയിരിക്കും അതിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ത്രഷോൾഡ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രഷോൾഡ് വേവ് ലെങ്ത്. അപ്പോൾ ഏതൊരു റേഡിയേഷനും ഫ്രീക്വൻസിയും അതുപോലെ വേവ് ലെങ്ത്തും ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ത്രഷോൾഡ് ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേവ് ലെങ്ത് ആണ് എന്ത്, ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അതാണ് അടുത്തതായിട്ട് പറയുന്ന കാര്യം. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കൂട്ടും തോറും അതിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് അതിലുണ്ടാകുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടി വരും. ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് എൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ്. ഇനി അവസാനത്തെ കാര്യമാണ് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. അതായത് പെട്ടെന്ന് നടക്കുന്ന കാര്യം. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ ഇൻസിഡൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ദ ലിബറേഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ലൈറ്റ് വീഴുന്നതിനും അതുപോലെ തന്നെ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നതിനും ഇടയിൽ ടൈമൊന്നും ഉണ്ടാവില്ല. എപ്പോഴാണോ ലൈറ്റ് വീഴുന്നത് അപ്പം തന്നെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് എ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റലിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ഫ്രീക്വൻസി ആവശ്യമാണ്. ആ മിനിമം ഫ്രീക്വൻസിനെയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് ഡിഫറെൻറ്റ് ത്രഷോൾഡ് ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ആ ത്രഷോൾഡ് ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേവ് ലെങ്ത്തിനെയാണ് ത്രഷോൾഡ് വേവ് ലെങ്ത്ത് എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സാണ്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ലൈറ്റ് ഒരു മെറ്റീരിയൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ കൂടുതൽ സ്റ്റഡി നടത്തിയതും അതുപോലെ അതിൽ ഒരു നല്ല രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ, ക്വാണ്ടം തിയറി വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതും ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ഈ ഒരു എക്സ്പ്ലനേഷനാണ് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, ആൻ ഇലക്ട്രോൺ ഇജക്റ്റഡ് ഫ്രം എ മെറ്റൽ ബൈ എ കൊളീഷൻ വിത്ത് എ സിംഗിൾ ഫോട്ടോൺ. അതായത് ഐൻസ്റ്റീൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഇലക്ട്രോൺ ഒരു മെറ്റലിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാൻ കാരണം ഒരു സിംഗിൾ ഫോട്ടോണിൻ്റെ കൊളീഷനാണ്. ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വാണ്ടം തിയറിയിൽ പറഞ്ഞ ക്വാണ്ടം ഓഫ് പാക്കറ്റിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റിൻ്റെ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ നമുക്ക് ഫോട്ടോൺ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റീൻ പറയുന്നത് എങ്ങനെയാണ്, ആൻ ഇലക്ട്രോൺ ഇജക്റ്റഡ് ഫ്രം എ മെറ്റൽ ബൈ എ കൊളീഷൻ വിത്ത് എ സിംഗിൾ ഫോട്ടോൺ. അതായത് ഒരു ഇലക്ട്രോൺ ഒരു മെറ്റലിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാൻ കാരണം ഒരു സിംഗിൾ ഫോട്ടോണിൻ്റെ കൊളീഷൻ ആയിരിക്കും. ഓക്കെ, ഒരു സിംഗിൾ ഫോട്ടോണാണ് ഒരു ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. ഇൻ ദിസ് പ്രോസസ് ഫോട്ടോൺ ട്രാൻസ്ഫർ ഇറ്റ്സ് എനർജി ടു ഇലക്ട്രോൺ. അതായത് ഈ ഒരു പ്രോസസ്സിൽ ഫോട്ടോൺ അതിൻ്റെ എനർജി ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതായത് ഫോട്ടോൺ വന്നെടുക്കുന്ന സമയത്ത് ഫോട്ടോണിൻ്റെ എനർജി ഇലക്ട്രോണിലേക്ക് പോവുകയും ഇലക്ട്രോൺ അവിടുന്ന് ഇജക്റ്റ് ചെയ്ത് പോകപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്.
അപ്പോൾ ദർ ഈസ് എ മിനിമം എനർജി നീഡഡ് ഫോർ ദ ഇലക്ട്രോൺ ടു ഇജക്ട് ഫ്രം ദ മെറ്റൽ. അതായത് ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം എനർജി ആവശ്യമുണ്ട്. ദിസ് മിനിമം എനർജി ഈസ് കോൾഡ് ദ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഒരു മെറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു മിനിമം എനർജി ആവശ്യമുണ്ട്. ഈ മിനിമം എനർജിയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ there is a minimum energy needed for the electron to ejected from the metal. അതായത് ഒരു പർട്ടിക്കുലർ എനർജി ആവശ്യമുണ്ട് ഇലക്ട്രോണിന് ഒരു മെറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ. ആ എനർജിയിലും കുറവാണ് എനർജി എങ്കിൽ ഇലക്ട്രോണ് പുറത്തേക്ക് പോവില്ല. ഇലക്ട്രോൺ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കും. അതേസമയത്ത് ഒരു പർട്ടിക്കുലർ എനർജിയിൽ കൂടുതലാണ് എനർജി, നമ്മൾ ഇൻസിഡൻ്റ് എനർജി എങ്കിൽ ഇലക്ട്രോൺ അതിൽ നിന്ന് എമിറ്റ് ചെയ്തു പോകും. ആ ഒരു പർട്ടിക്കുലർ എനർജീനെയാണ്, ഏറ്റവും മിനിമം ആവശ്യമായിട്ടുള്ള എനർജീനെയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷനെ എങ്ങനെ പറയാം? വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എനർജിയാണ്, ഇൻസിഡൻ്റ് എനർജിയാണ്. ഇപ്പോൾ ഇൻസിഡൻ്റ് എനർജീനെ നമ്മൾ നേരത്തെ തന്നെ എനർജീനെ HF എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ക്വാണ്ടം തിയറി തന്നെ HF എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കിവിടെ വർക്ക് ഫംഗ്ഷന് W0 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു HF0 എന്ന് പറയാം. ഓക്കെ, HF0 എന്ന് പറയാം. ഇവിടെ H എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാങ്സ് കോൺസ്റ്റൻറ്റും F എന്ന് പറയുന്നത് ഫ്രീക്വൻസി, F0 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിന്നെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി when a light of frequency F incident on a metal, the incident energy is used for two purpose. അതായത് ഒരു ലൈറ്റ് F ഫ്രീക്വൻസിയുള്ള ഒരു ലൈറ്റ് ഒരു മെറ്റലിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ എനർജി എന്ന് പറയുന്നത് രണ്ട് കാര്യം. ലൈറ്റ് ഒരു മെറ്റലിലേക്ക് വന്ന് വീഴുമ്പോൾ എനർജിയാണ് അവിടെ വന്ന് വീഴുന്നത്. ആ വീഴുന്ന എനർജി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ചെയ്യുന്ന. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൺ ഈസ് ഫോർ ദ വർക്ക് ഫംഗ്ഷൻ. ഒന്നെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യുക എന്നുള്ള ആ പ്രോസസ്സ്. ഓക്കെ, ആ ഒരു വർക്ക് ഫംഗ്ഷന് വേണ്ടി അല്ലെങ്കിൽ HF0ക്ക് വേണ്ടിയിട്ടാണ് അതിൽ എനർജിയുടെ ഒരു പോർഷൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് അതർ ഫോർ ഇമ്പാർട്ടിങ് കൈനറ്റിക് എനർജി ടു ബി ലിബറേറ്റഡ് ഇലക്ട്രോൺസ്. അതായത് രണ്ടാമത്തത് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഒരു കൈനറ്റിക് എനർജി കൊടുക്കുക. ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് കൈനറ്റിക് എനർജി കിട്ടണം, ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ആവശ്യമാണ്. അത് അപ്പോൾ ആ ഒരു കൈനറ്റിക് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസിഡൻ്റ് എനർജിയുടെ രണ്ടാമത്തെ പോർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻസിഡൻ്റ് എനർജിയുടെ ഒന്നാമത്തെ പോർഷൻ ഉപയോഗിക്കുന്നത് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യത്തിനും രണ്ടാമത്തെ പോർഷൻ ഉപയോഗിക്കുന്നത് കൈനറ്റിക് എനർജിക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: സപ്ലൈഡ് എനർജി, അതായത് ഇൻസിഡൻ്റ് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആയിരിക്കും. അതായത് സപ്ലൈഡ് എനർജി അല്ലെങ്കിൽ ഇൻസിഡൻ്റ് എനർജി എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അതായത് ദാറ്റ് ഈസ് HF ഈസ് ഈക്വൽ ടു HF0 പ്ലസ് ഹാഫ് mv² എന്ന് പറയാം. HF ഈസ് ഈക്വൽ ടു HF0 പ്ലസ് ഹാഫ് mv². ഈ ഇക്വേഷനാണ്, ദിസ് ഇക്വേഷൻ ഈസ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അപ്പോൾ ഇവിടെ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്ത കാര്യങ്ങൾ അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, ഒരു ഇലക്ട്രോൺ ഒരു മെറ്റലിൽ നിന്ന് ഇജക്റ്റ് ചെയ്യണമെങ്കിൽ അതെന്താണ്, ഒരു സിംഗിൾ ഫോട്ടോൺ ഒരു സിംഗിൾ ഇലക്ട്രോണിനെ ആയിരിക്കും ഇജക്റ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിൽ ഫോട്ടോൺ എന്ത് ചെയ്യും, അതിൻ്റെ എനർജി ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം എനർജി ഇൻസിഡൻ്റ് എനർജിക്ക് ഒരു മിനിമം എനർജി ആവശ്യമുണ്ട് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മിനിമം എനർജീനെ പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന പേര്. ആ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് HF0ക്ക് ഈക്വൽ ആയിരിക്കും. HF0 എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. വെൻ എ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി F ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ, ദ ഇൻസിഡൻറ്റ് എനർജി ഈസ് യൂസ്ഡ് ഫോർ ടു പർപ്പസ്. അതായത് ഒരു മെറ്റലിൽ ഒരു ഇൻസിഡൻറ്റ് എനർജി വന്ന് വീഴുന്ന സമയത്ത് അത് രണ്ട് പർപ്പസിന് ഉപയോഗിക്കും. ഒന്നാമത്തത് വർക്ക് ഫംഗ്ഷനും രണ്ടാമത്തത് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്കും വേണ്ടിയിട്ട്. അപ്പോൾ സപ്ലൈഡ് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ HF ഈസ് ഈക്വൽ ടു HF0 പ്ലസ് ഹാഫ് mv² എന്ന് പറയാം. ഈ ഒരു ഇക്വേഷനാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ
കുറച്ച് അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഫോട്ടോയിൽ 5 അപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സൗണ്ട് റെക്കോർഡിംഗ് ഓൺ എ സിനി ഫിലിം ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ് യൂസിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇത് പണ്ട് കാലത്തുള്ള ഫിലിംസ് യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടായിരുന്നു സൗണ്ട്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫിലിംസിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ റെക്കോർഡ് ചെയ്ത സൗണ്ട് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വെച്ചിട്ടാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം വെച്ചിട്ടാണ്. നെക്സ്റ്റ് ടി വി ക്യാമറകളിൽ ഫോട്ടോ ഇലക്ട്രിക് സെൽസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടി വി ക്യാമറകളിൽ ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഇലക്ട്രിക് സെൽസാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡോർ ക്യാൻ ബി ക്ലോസ്ഡ് ഓർ ഓപ്പൺ ഓട്ടോമാറ്റിക്കലി യൂസിങ് എ ഫോട്ടോ സെൽ. നമുക്കറിയാം ചില ഓട്ടോമാറ്റിക് ഓപ്പണിങ് ആൻഡ് ക്ലോസ്ഡ് ഡോർസിൽ ഈ ഫോട്ടോ സെൽസാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ പോലെയുള്ള നമുക്ക് കാണാൻ പറ്റാത്ത റേഡിയേഷൻസ് വെച്ചിട്ടാണ് ഇത്തരം ഡോർസൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഫോട്ടോ ഇലക്ട്രിക് സെൽ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സോളാർ പാനലുകളിലും സോളാർ സെല്ലുകളിലും ഒക്കെ എന്താ ഉപയോഗിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് സെല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഓട്ടോമാറ്റിക് സെൻസിങ് എന്ന് പറയുന്നത്. അതായത് പലതരം സെൻസിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാനുള്ളത്. ഇതിലെ പ്രോബ്ലംസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, അതുപോലെ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡിറ്റർമിൻ ദ എനർജി ഓഫ് എ ക്വാണ്ടം ഓഫ് റേഡിയോ വേവ് ഓഫ് ഫ്രീക്വൻസി 1.49 മെഗാഹെർട്സ്. അതായത് നമുക്കിവിടെ കാണേണ്ടത് ഒരു ക്വാണ്ടം ഓഫ് റേഡിയോ വേവ്സ് ഉണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.49 ആണ്, മെഗാഹെർട്സ് ആണ്. അതിൻ്റെ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് F = 1.49 മെഗാഹെർട്സ് ആണ്. ഈ മെഗാഹെർട്സിനെ നമ്മൾ സാധാരണ ഹെർട്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആക്കണം. അപ്പോൾ മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ ക്വാണ്ടിറ്റീനെയാണ് മെഗാഹെർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1.49 മെഗാഹെർട്സ് = 1.49 × 10⁻⁶ ഹെർട്സ് എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ എഴുതി വെക്കുക. H = 6.63 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഇനി അടുത്തതായിട്ട് എനർജിയുടെ വാല്യൂ അതാണ് കണ്ടുപിടിക്കേണ്ടത്. E = hf എന്ന് നമുക്കറിയാം. ഓക്കെ, E = hf എന്ന് അറിയാമെങ്കിൽ that is equal to 6.63 × 10⁻⁻34 × 1.49 × 10⁻⁶ എന്ന് എഴുതാം. അപ്പോൾ എനർജി ഓഫ് ക്വാണ്ടം E = 9.878 × 10⁻⁻28 ജൂളിന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ വർക്ക് ഫംഗ്ഷൻ ഫോർ സിങ്ക് ഈസ് 6.4 × 10⁻⁻19 ജൂൾ. കാൽക്കുലേറ്റ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ദ മെറ്റൽ എന്നാണ് പറയുന്നത്. അതായത് നമുക്കിവിടെ വർക്ക് ഫംഗ്ഷൻ സിങ്ക് മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ = 6.4 × 10⁻⁻19 ജൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അറിയാം, 6.63 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ അറിയാം, H × F0 ആണ് വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ Hൻ്റെ വാല്യൂ അറിയാം, അതുപോലെ വർക്ക് ഫംഗ്ഷനും അറിയാം. ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വർക്ക് ഫംഗ്ഷൻ = hf0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6.4 × 10⁻⁻19 ജൂൾ = 6.63 × 10⁻⁻34 × F0 എന്ന് കിട്ടും. സോ F0 = 6.4 × 10⁻⁻19 ജൂൾ / 6.63 × 10⁻⁻34 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9653 × 10⁻⁻15 ഹെർട്സ് എന്ന് കിട്ടും. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസിൻ്റെ വാല്യൂ ഈ പറഞ്ഞ വാല്യൂ ആയിരിക്കും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 181 നാനോമീറ്റർ ഈസ് യൂസ് ടു ഇലൂമിനേറ്റ് സിൽവർ ഷീറ്റ്. വാട്ട് എനർജി ഈസ് നീഡഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ? വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ or threshold wavelength for silver is 264 nanometer. അപ്പോൾ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 181 നാനോമീറ്റർ ഈസ് യൂസ് ടു ഇലൂമിനേറ്റ് സിൽവർ ഷീറ്റ് എന്ന് തുടക്കത്തിൽ പറയുന്നത്. അതായത് നമുക്കൊരു സിൽവർ ഷീറ്റ് ഉണ്ട്, അതിൽ 181 നാനോമീറ്ററുള്ള വേവ് ലെങ്ത്തുള്ള ലൈറ്റ് വെച്ചിട്ട് ഇറാഡിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് അതിൻ്റെ മുകളിൽ വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ എനർജി നീഡഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ? അതായത് എത്ര എനർജി ഓഫ് ലൈറ്റ് വേണം അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എജക്റ്റ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. കൂടാതെ വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ? ഫോട്ടോ ഇലക്ട്രോണിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണെന്ന് കൂടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ത്രഷോൾഡ് വേവ് ലെങ്ത് അഥവാ ലാംഡ 0 ഈസ് ഈക്വൽ ടു 264 നാനോമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നാനോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁹ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 264 × 10⁻⁹ മീറ്റർ. ഓർ എനർജി നീഡഡ് ഓർ വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു hc/λ0 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അറിയാം, അതുപോലെ സി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, അതിൻ്റെ വാല്യൂ അറിയാം, പിന്നെ ത്രഷോൾഡ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ hc/λ0 ഈസ് ഈക്വൽ ടു 6.63 × 10⁻34 × 3 × 10⁻8 ഡിവൈഡ് ബൈ 264 × 10⁻9 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.53 × 10⁻19 ജൂൾസ് കിട്ടും. എത്ര എനർജി നീഡഡ് ഓർ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് എനർജി നീഡഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്കറിയാം എനർജി സപ്ലൈഡ് എന്ന് പറയുന്നത് hc/λ ആണെന്ന് പറയാം. ഓക്കെ. എനർജി സപ്ലൈഡ് എന്ന് പറയുന്നത് hc/λ ആണ്. സോ വി ക്യാൻ റൈറ്റ് അതിൻ്റെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ അറിയാം, സിൻ്റെ വാല്യൂ അറിയാം, അതുപോലെ അവിടുത്തെ ലാംഡ ലൈറ്റിൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളെന്ത് കണ്ടുപിടിക്കുക. ഇത് രണ്ടും അറിയാമെങ്കിൽ ഈ ഒരു വർക്ക് ഫംഗ്ഷൻ അതുപോലെ എനർജി സപ്ലൈഡും കൂടി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എനർജി സപ്ലൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് hc/λ ഈസ് ഈക്വൽ ടു 6.63 × 10⁻34 × 3 × 10⁻8 ഡിവൈഡ് ബൈ 181 × 10⁻9 എന്ന് കിട്ടും. അതിൽ എനർജി സപ്ലൈഡ് ഈസ് ഈക്വൽ ടു 10.98 × 10⁻19 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, കൈനറ്റിക് എനർജി സപ്ലൈഡ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് വർക്ക് ഡൺ എന്ന് പറയുന്ന വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എനർജി സപ്ലൈഡ് മൈനസ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് മാറ്റി എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു നമുക്ക് കിട്ടിയ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10.98 × 10⁻19 ജൂൾ മൈനസ് 7.53 × 10⁻19 ജൂൾ. അതിൽ നിന്ന് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3.45 × 10⁻19 ജൂൾ എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്ത പ്രോബ്ലം നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ആൻഡ് സ്പീഡ് ഓഫ് എൻ ഇലക്ട്രോൺ ഇജക്റ്റഡ് ഫ്രം എ സോഡിയം സർഫസ് ഹൂസ് വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 3.648 × 10⁻19 ജൂൾ വെൻ ഇറാഡിയേറ്റഡ് വിത്ത് എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 410 നാനോമീറ്റർ. ഓൾസോ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. അപ്പോൾ വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ആൻഡ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഫ്രം സോഡിയം സർഫസ്. അപ്പോൾ ഒരു സോഡിയം നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ സർഫസ് നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി ആൻഡ് ദ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൂസ് വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 3.648 × 10⁻19 ജൂളാണ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഇറേഡിയേറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 410 നാനോമീറ്ററാണ്. ഓക്കെ. പിന്നെ ഇതുകൂടാതെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ കൂടി നമുക്ക് കാണണം. അതായത് ഒന്ന് കൈനറ്റിക് എനർജിയും മറ്റേത് ഫോട്ടോ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയും കാണണം. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 3.648 × 10⁻19 ജൂളിന് തന്നിട്ടുണ്ട്. ഇപ്പോൾ എനർജി സപ്ലൈഡ് ഈസ് ഈക്വൽ ടു hc/λ എന്നറിയാം.
അപ്പോൾ ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എനർജി സപ്ലൈഡ് ഈക്വൽ ടു 6.63 × 10⁻34 × 3 × 10⁸ ഡിവൈഡ് ബൈ 410 × 10⁻9. ഇനി അതിൽ നിന്ന് നമുക്ക് എനർജി സപ്ലൈഡ് ഈസ് ഈക്വൽ ടു 4.85 × 10⁻19 ജൂൾസ് എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എനർജി സപ്ലൈഡ് മൈനസ് വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു നമ്മളെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4.85 × 10⁻19 ജൂൾ മൈനസ് 3.648 × 10⁻19 ജൂൾ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.202 × 10⁻19 ജൂൾ എന്ന് കിട്ടും. ഇനി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിൽ m ഈസ് ഈക്വൽ ടു 9.1 × 10⁻31 കിലോഗ്രാം എന്നറിയാം. വെലോസിറ്റി എന്ന് പറയുന്നത് 5.1 × 10⁻5 മീറ്റർ പെർ 5.1 × 10⁻5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്ന് പറയുന്നതിൽ മാസിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, കൈനറ്റിക് എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.202 × 10⁻19 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും, വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.1 × 10⁻5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് കാണേണ്ട കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.202 × 10⁻19 ജൂളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലെ ലാസ്റ്റ് പ്രോബ്ലം നോക്കുകയാണ്. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് എ ഫോട്ടോൺ ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു 450 നാനോമീറ്റർ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എനർജിയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. വി നോ ദാറ്റ് എനർജി E ഈസ് ഈക്വൽ ടു HF ഓർ E ഈസ് ഈക്വൽ ടു hc/λ എന്ന് നമുക്കറിയാം. That is equal to 6.63 × 10⁻34 × 3 × 10⁸ divided by 450 × 10⁻9 or E is equal to 4.42 × 10⁻19 ജൂൾ എന്ന് കിട്ടും. അതിൽ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു 4.42 × 10⁻19 ജൂൾ എന്ന് നമുക്ക് ആൻസർ എഴുതാം.